ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളെ ഫൗണ്ടേഴ്സിനുള്ള ചെറിയ സന്ദേശമാണ്. ടൈം എല്ലാവർക്കും അറിയാം, പ്രകൃതികോപം. ഇനി വരുന്ന കൺസ്യൂമേഴ്സും അതേമാതിരി ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സാണ് വാങ്ങിക്കാൻ നോക്കുന്നത്. കാരണം ഇതുവരെ അത്തരം എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മിക്ക വെബ്സൈറ്റുകളും കമ്പനികളും നമ്മുടെ ഈ പരിസ്ഥിതിയുടെ പ്രശ്നം വെച്ചുകൊണ്ട് എല്ലാവരും തന്നെ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർബൺ എമിഷൻ കുറയ്ക്കുന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണ് വാങ്ങുന്നത്. ഹിന്ദുസ്ഥാൻ ലിവർ ഓൾറെഡി ഇത് യൂറോപ്പിൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ 70 SKUയും അത്തരത്തിലുള്ള പ്രോഡക്റ്റായി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾ ചെയ്യുന്നൊരു ബിസിനസ് വളരെ ചിന്തിച്ചിട്ട് എൻവയറമെൻ്റൽ കോൺഷ്യസ്നെസ് വളരെ ഇമ്പോർട്ടൻ്റായി നിങ്ങൾക്കും അത്തരത്തിലൊരു പ്രോഡക്റ്റ് ലോ കാർബൺ എമിഷൻ ആണ് നിങ്ങളുടെ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പറയാനുള്ള രീതിയിൽ നിങ്ങൾക്കും സാധിക്കണം. അതായിരിക്കും ഫ്യൂച്ചറിൽ നിങ്ങളൊരു പ്രോഡക്റ്റോ സർവീസോ ചെയ്യുമ്പോൾ ഞങ്ങൾ ഭൂമിയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ട്രീ പ്ലാന്റ് ചെയ്യുന്നു, ഞങ്ങളുടെ എൻവയറമെൻറ്റിൽ ഞങ്ങൾ ഗ്രീനാക്കി വെക്കുന്നു, ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഈ ലൈറ്റ് എങ്ങനെ റിഡക്ഷൻ, എനർജി പവർ റിഡക്ഷനെ പറ്റി ഞങ്ങൾ ക്ലാസ് എടുക്കുന്നു. ഈ രീതിയിലും ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലോ അല്ല മാർക്കറ്റിംഗ് സൈഡിലോ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ബാറ്ററി വെഹിക്കിൾസാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭൂമിയെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ ഞങ്ങൾ എൻവയറമെൻ്റൽ കോൺഷ്യസ്നെസ്സാണ്, ഞങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കുന്നവരാണ്, ഞങ്ങൾ മരം വെക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ ആയിരിക്കണം മെസ്സേജ് കൊടുക്കുന്നത് മാർക്കറ്റിൽ പോകുമ്പോൾ. അത്തരത്തിലൊരു കൺസ്യൂമർ ഗ്രൂപ്പ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. പല രീതിയിലും അവയർനെസ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് എക്സ്പോർട്ട് മാർക്കറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ പ്രോഡക്റ്റുകൾ മാത്രമേ മാർക്കറ്റിൽ കൺസ്യൂമേഴ്സ് അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഫ്യൂച്ചറിനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം തന്നെ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയറമെൻ്റൽ കോൺഷ്യസ്നസ് കമ്പനിയാണ് എന്നുള്ള ബോധ്യം എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിജയസാധ്യത കൂടെ ഉണ്ടാകും.